കേരളത്തിലെ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും വെന്റിലേറ്ററിലാണെന്ന് കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. ആരോഗ്യമേഖലയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത്. അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാതെ അനാവശ്യ സാധനങ്ങൾ വാങ്ങി ആരോഗ്യമേഖലയിൽ കോടികളുടെ കൊള്ളയാണ് നടക്കുന്നതെന്നും മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വെള്ളിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ രംഗത്ത് വന്നിരിക്കുന്ന ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല? ഒരക്ഷരം മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി പറയുന്നില്ല. ഒരക്ഷരം മുഖ്യമന്ത്രി ജനങ്ങളോട് പറയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പ്രതികരിക്കാതിരിക്കുന്നത് ഒന്നിലും കുറ്റബോധം കൊണ്ടായിരുന്നു. ഏതായാലും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം തകിടം മറിഞ്ഞിരിക്കുകയാണ്. അനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നില്ല. മരുന്നില്ല, പഞ്ഞി പോലും ഇല്ലാത്ത ആശുപത്രികൾ. രോഗികൾക്ക് എല്ലായിടത്തും എഴുതി കൊടുക്കുന്ന മരുന്ന് എഴുതി കൊടുക്കുകയാണ് ഡോക്ടർമാർ. അവര് അത് കയ്യിൽ പണമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കടം വാങ്ങിച്ച് ഈ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ മാത്രമേ ചികിത്സ നടക്കൂ. കേരളത്തിലെ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും വെന്റിലേറ്ററിലാണെന്ന് കുറ്റപ്പെടുത്തിയ രമേശ് ചെന്നിത്തല ആരോഗ്യമന്ത്രി സ്വയം രാജിവെച്ച് സ്ഥാനം ഒഴിയണമെന്നും അല്ലെങ്കിൽ ഈ മന്ത്രിയെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രി വെന്റിലേറ്ററിലായിരിക്കുക, ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലായിരിക്കുക. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ ഒരു തരത്തിലുള്ള ചികിത്സയും നൽകാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മന്ത്രിയെ രാജിവെക്കണമെന്നുള്ള ആവശ്യം അംഗീകരിക്കുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഈ മന്ത്രിയെ പുറത്താക്കാൻ തയ്യാറാണ്. ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് പോലും മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ട് കാണും ഈ മന്ത്രിയുടെ കെടുകാര്യസ്ഥത എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം. കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജുകളിലെ സ്ഥിതി പരിതാപകരമാണ്. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ CNDAGയുടെ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. അതിനകത്ത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് പറഞ്ഞിട്ടുള്ളത്. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പോലും കേരളത്തിലെ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് CNDAG തന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയുള്ള മരുന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ എത്ര പേർ മരിച്ചു? അതോടൊപ്പം തന്നെ ഇതിന് ആരാണ് ഉത്തരവ് കൊടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ? CNDAGയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ഗവൺമെന്റ് തയ്യാറാകണം. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണിത്. കാലാവധി കഴിഞ്ഞിട്ടുള്ള ഒരു മരുന്നും ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ നിയമം. അപ്പൊ ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കോട്ടയത്തുണ്ടായ സംഭവം ഏറ്റവും ദൗർഭാഗ്യകരമായ ഒന്നാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് നടന്നു വരുന്നവർ മൂക്കിൽ പഞ്ഞി വെച്ചാണ് തിരിച്ചു പോകുന്നത്. കേരള മോഡൽ എന്ന് പറയുന്നത് ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമാണ്. ആരോഗ്യമേഖല ഇതിനകം തന്നെ നിറമങ്ങിയിരിക്കുകയാണെന്നും നിറമങ്ങിയ കേരള മോഡൽ വീണ്ടെടുക്കാൻ ആരോഗ്യമന്ത്രിയെ പുറത്താക്കിയേ മതിയാകൂവെന്നും രമേശ് ചെന്നിത്തല ആവർത്തിച്ചു പറഞ്ഞു. നമ്മളെപ്പോഴും കേരളീയർ, മലയാളികൾ അഭിമാനിക്കാറുള്ളത് കേരള മോഡൽ എന്നുള്ളതാണ്. ആ കേരള മോഡൽ എന്ന് പറയുന്ന ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നാം കൈവരിച്ച നേട്ടങ്ങളുടെ ഫലമായിട്ടാണ്. പക്ഷേ ഈ ഇന്ന് ആരോഗ്യ രംഗത്തുണ്ടായിരിക്കുന്ന ഈ തകർച്ച കേരളത്തിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തന്നെ അവമതിപ്പുണ്ടാക്കുന്ന ഒന്നാണ്. വിദ്യാഭ്യാസ രംഗത്തിന് കാര്യം പറയുന്നില്ല. അപ്പോൾ ഇത് കേരള മോഡലിനെ നിറമങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വീണ്ടെടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. അതിന് ഈ മന്ത്രിയെ വെച്ചുകൊണ്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് മന്ത്രി രാജിവെക്കുകയോ മന്ത്രിയെ പുറത്താക്കാനോ തയ്യാറാകാതെ മുന്നോട്ട് പോകേണ്ട. ഞങ്ങൾ ഏതായാലും പ്രതിപക്ഷ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ഈ മാസം 8-ന്
താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.